അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ ഇനി അങ്ങോട്ട് എന്ത് നടക്കും? ഞാൻ കോടതിയുടെ കാര്യം പറയുന്നില്ല, സ്വാഭാവികമായിട്ട് ഹൈക്കോടതിയിൽ അപ്പീൽ പോകും. അപ്പോൾ അതിനപ്പുറത്ത് നോക്കൂ, ദിലീപ് ഒരു ഡോഗ് വിസിൽ നൽകിയിട്ടുണ്ട്. മഞ്ജുവിൻ്റെ പ്രസ്താവനയോട് കൂടിയാണ് യഥാർത്ഥത്തിൽ ഗൂഢാലോചന തുടങ്ങിയതെന്ന് പറഞ്ഞാൽ മഞ്ജു വാര്യർ അമ്മയുടെ ആ പൊതുസമ്മേളനത്തിൽ വെച്ച്, ഐക്യദാർഢ്യ സമ്മേളനത്തിൽ വെച്ച് ഒരു പ്രസ്താവന നടത്തി. അതേ തുടർന്ന് എനിക്കെതിരെ ഗൂഢാലോചന, ഞാനാണ് എനിക്കെതിരെയാണ് ഗൂഢാലോചന നടന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് വിജയശ്രീ ലാളിതനായ ദിലീപ് തിരികെ മടങ്ങുന്നത്. ഇപ്പോൾ രാമൻപിള്ള വക്കീൽ പറഞ്ഞതും ഏതാണ്ട് ആ ലൈനിലാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് സമൂഹത്തിൽ, സോഷ്യൽ മീഡിയയിലൊക്കെ പ്രതീക്ഷിക്കേണ്ടത് എന്താണ്? സോഷ്യൽ മീഡിയ ഒക്കെ പല രീതിയിൽ ഇനി എല്ലാ മഞ്ജു വാര്യർ അടക്കമുള്ള ആളുകളോട് വളരെ മോശമായ രീതിയിലുള്ള കമൻസ് ഒക്കെ ഇടും, അത് ഉറപ്പാണ്. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, ആദ്യമായി സർവേശ്വരന് നന്ദി പറഞ്ഞതിന് ശേഷം ദിലീപ് പറയുന്ന വാക്ക് മഞ്ജു വാര്യരാണ് ഇതിൻ്റെ തുടക്കം, ക്രിമിനൽ പോലീസ് സംഘമാണ് എനിക്കെതിരെ ഗൂഢാലോചന ചെയ്തതെന്നാണ്. ഇത്രയും കാലം വളരെ ഒബീഡിയൻ്റ് ആയിട്ട് ഒരു പ്രത്യേക ബോഡി ലാംഗ്വേജിലൊക്കെ ഇപ്പോൾ കയറി പോകുമ്പോൾ സമയത്ത് പോലും പെരുമാറിയിരുന്ന, അതായത് നടന്നു പോയ ദിലീപ് ഇപ്പൊ ഇറങ്ങി വന്ന സമയത്ത് ആദ്യം തന്നെ ഫണമുയർത്തുന്ന അടി കൊണ്ട് തിരിച്ചുപോയി ഫണമുയർത്തുന്ന പാമ്പുകളെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ പ്രതികാരത്തോടെ വന്ന് ആദ്യം പറയുന്ന പേര് മഞ്ജുവിനെയാണ്. ഇനി മഞ്ജുവിനെ ടാർഗറ്റ് ചെയ്യട്ടെ സോഷ്യൽ മീഡിയ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം എനിക്കെതിരെ അങ്ങനെ സംസാരിക്കാൻ ധൈര്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി കടപ്പാട് അറിയിക്കുന്നു. എല്ലാവരോടും നന്ദി കടപ്പാട്, അതാണ് ദിലീപ് പറയുന്നത്. വിശദമായ പ്രസ്താവനയില്ല. അടുത്ത ആശ തുടർന്നുള്ളൂ. അതെ, അപ്പോൾ ആദ്യത്തെ കാര്യം തന്നെ അതാണ്, കണ്ട കഴിഞ്ഞ കാര്യം. രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ക്രിമിനൽ പോലീസ് സംഘം എന്നാണ് വിളിക്കുന്നത്. സെയിം പേര് തന്നെയാണ് ഇപ്പം നേരത്തെ രാമൻപിള്ള സാറും സംസാരിക്കുന്നത്. നേരത്തെ നമ്മൾ സജീവ് നമ്പിയേട്ടൻ്റെ ഒരു വളരെ എന്താ പറയുക ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള കുറേ പെരുമാറ്റങ്ങളും സംസാരങ്ങളൊക്കെ കണ്ടു. അതെ, അത് എങ്ങനെയാ, ചില വാക്കുകളൊക്കെ ഉണ്ട് ഒരിക്കലും നല്ല രീതിയിൽ ഒരു സ്ഥലത്ത് പറയാവുന്ന വാക്കുകളൊന്നുമല്ല അദ്ദേഹം പറഞ്ഞതുപോലും. നിങ്ങൾ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു, നിങ്ങൾ എന്നെ അങ്ങനെ ചെയ്തില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടൊരു വാക്കുകൾ ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇത്തരം കാര്യം ഇവർ ഉണ്ടാകുന്ന ഒരു ബോഡി ലാംഗ്വേജ് മാറുന്നു, ഭാഷ മാറുന്നു, ഇവർ അക്രമാസക്തമാകുന്ന രീതിയിലൊക്കെ പെരുമാറുന്നു, ആളുകളെ ടാർഗറ്റ് ചെയ്യാൻ ധൈര്യം കാണിക്കുന്നു. അതായത് ഇത്രയും കാലം സർക്കാരിനെയും അതുപോലെ തന്നെ സിസ്റ്റത്തിനെയും എനിക്ക് വിശ്വാസമുണ്ട്, ജുഡീഷ്യറിയിൽ വിശ്വാസമുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് അടുത്ത നിമിഷം പറയുന്നത് കള്ളക്കഥ പൊളിഞ്ഞു എന്നാണ്. നോക്കൂ, ഒരു കോടതിയും എല്ലാ തവണയും ഞാൻ പറയുന്നത് ഇന്നേ വരെ അദ്ദേഹവും പറഞ്ഞു, രാമൻപിള്ള സാർ പറഞ്ഞു, ഡിസ്പ്രൂവ് ചെയ്തു. ഇല്ല, പ്രൂവ് ചെയ്യാൻ പറ്റിയില്ല. അതായത് ഗൂഢാലോചന തെളിയിക്കാൻ പറ്റിയില്ല. ഗൂഢാലോചന തെളിയിക്കാൻ എളുപ്പമല്ല. ഇവർ ചെയ്തിട്ടുള്ള ഫോൺ കോളുകൾ അത് മുഴുവനും നമ്മുടെ കയ്യിൽ നിന്ന് പോയി. കാരണം ഇവരത് കൊണ്ട് ഒറ്റ ഫോണ് മുഴുവനും ഇറേസ് ചെയ്തിട്ട് കൊണ്ട് തിരിച്ചെന്ന ഫോണാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുപോലെ യാതൊരു തെളിവും നമുക്ക് അടിസ്ഥാനപരമായി ഹാജരാക്കാൻ പറ്റിയിട്ടില്ല. നമ്മളുടെ പോലീസിൻ്റെ അപ്പുറത്തേക്ക് ആണ് ഇവർ ഡിഫൻസ് മെക്കാനിസം വർക്ക് ചെയ്തിട്ടുള്ളത്. അതേ യാത്രകൾ നടത്തി സിനിമ സ്റ്റൈലിലല്ലേ അവരെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. കാരണം അത്രമേൽ പണവും അല്ലെങ്കിൽ ഫ്യൂവൽ അതിനകത്തുണ്ട്. രാമൻപിള്ള സാർ ഇത്രയും കാലം മാറി. അപ്പോൾ അതൊരു വലിയ സിസ്റ്റമാണ്. ഞാനതിന് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഡിഫൻസ് ഇങ്ങനെ തന്നെയാണ് വർക്ക് ചെയ്യേണ്ടത്. പക്ഷേ ഡിഫൻസിന് കിട്ടുന്ന ഒരു ഫ്യൂവല് ഒരിക്കലും ആർക്ക് കിട്ടുന്നില്ല, പ്രോസിക്യൂഷന് കിട്ടുന്നില്ല. പ്രോസിക്യൂട്ടറായിട്ടുള്ള ഇപ്പോൾ ഏറ്റവും അവസാനം വന്ന അജകുമാർ സാർ തിരുവനന്തപുരത്ത് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്ക് ഇവിടെ താമസിക്കാൻ ഒരു സൗകര്യമുണ്ടോ? ഇദ്ദേഹത്തിന് എത്ര ജൂനിയേഴ്സ് ഉണ്ട് കൂടെ? എത്രത്തോളം നമുക്കറിയാം. രാമൻപിള്ള സാർ ചെയ്തിട്ടുള്ള കേസുകളുടെ എണ്ണവും അത് ഇത്രയും നമ്പർ 1 ആയിട്ടുള്ള ഒരാളെ നമുക്ക് ഡിഫൻസിന് എടുക്കാൻ പറ്റുകയാണ്. പക്ഷെ അതേസമയം തന്നെ ഇപ്പുറത്ത് പ്രോസിക്യൂഷൻസ് എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്? സൗമ്യ കേസിൽ പരാജയപ്പെട്ട ഒരു പ്രോസിക്യൂട്ടറാണ് ആദ്യം വന്നത്. രണ്ടാമത് നമ്മൾ കണ്ടു പരാജയപ്പെട്ട ആളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ പ്രോസിക്യൂട്ടേഴ്സിനെ നമ്മൾ എത്ര ഹണ്ട് ചെയ്യാൻ നോക്കി, എത്രയോ പേരോട് നമ്മൾ പോയി സംസാരിക്കാൻ നോക്കി, ആരും ധൈര്യപ്പെടുന്നില്ല. മാത്രമല്ല അതിനുള്ള ഓഫർ കൊടുക്കാൻ പറ്റുന്നില്ല. അജകുമാർ സാറിനെ തന്നെ നിർബന്ധിച്ചിട്ടൊക്കെയാണ് നമ്മൾ കൊണ്ടുവരുന്നത്. കാരണം സാറിന് അവിടെ സാറിൻ്റെതായ ഒരുപാട് കേസുകളുണ്ട്, അത് മുഴുവൻ സഫർ ചെയ്യും. അദ്ദേഹത്തിന് വീട്ടിലേക്ക് പിന്നെ വേറെ വരുമാനമില്ല. അദ്ദേഹത്തിന് എല്ലാ കേസുകളും സഫർ ചെയ്താണ് അദ്ദേഹം വരുന്നത്. അപ്പോൾ ഇതിന് മുൻപുണ്ടായിരുന്ന പ്രോസിക്യൂട്ടേഴ്സിൻ്റെ ഒക്കെ നമ്മൾ ട്രാക്ക് റെക്കോർഡൊക്കെ നോക്കുമ്പോൾ അവർ എത്രത്തോളം ഇതിനെ മാറ്റി വയ്ക്കാൻ പറ്റിയിട്ടുണ്ട്, അവർക്ക് എത്രത്തോളം ജൂനിയേഴ്സ് ഉണ്ടാകാൻ പറ്റിയിട്ടുണ്ട്. യാതൊരു സംവിധാനമില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, യാതൊരു സംവിധാനമില്ല. നമ്മൾ മറ്റേ അതിജീവിതയ്ക്ക് വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ്, നമുക്ക് അതിനുള്ള സംവിധാനമില്ല.
ഉറപ്പായിട്ടുമില്ല. ഏതെങ്കിലും 2 പോലീസുകാരെ മാത്രം കൊടുത്തുകൊണ്ട് കാര്യമുണ്ടോ? അത് ഇല്ല എന്നുള്ളത് വളരെ വലിയ ഫാക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തെളിവുകളുടെ അഭാവത്തിൽ മാത്രം ഈ തെളിവുകൾ അഭാവമാക്കുവാനുള്ള എല്ലാ സംഗതികളും ബ്യൂട്ടിഫുൾ ആയിട്ട് ഡിഫൻസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സിസ്റ്റത്തെ വെല്ലുവിളി ചെയ്തിട്ടുണ്ട്. നമ്മുടെ മുംബൈയിലടക്കം കൊണ്ടുപോവുകയും തിരികെ കൊണ്ടുവരികയും ചെയ്തെടുത്ത് ഈ പ്രതിഭാഗം അഭിഭാഷകരുടെ ജൂനിയേഴ്സിനടക്കം സാന്നിധ്യമൊക്കെ പിന്നീട് നമ്മൾ കാണുകയും ചെയ്തു.